ഈ രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ വചനമായി ഒന്നിച്ച് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്നിച്ച് കടന്നു വന്ന് കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ നാമം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. ആമേൻ. യഹോവയായ ദൈവത്തിന്റെ നാമം അത് ദൈവത്തിന് മഹത്വമുള്ളതാ, ദൈവത്തിന് സ്തുതി കൊടുക്കുന്നതാ. അത് ദൈവത്തിന്റെ സ്വന്തം ജനത്തെ, ഒരു ഗോത്രത്തെ പണിതെടുത്ത് ആ സമൂഹം, ആ ജനം ദൈവത്തിന് വേണ്ടി വേർപെടുക, ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരണം പ്രാപിക്കുക, ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിപ്പാൻ ദൈവം ആ ജനത്തിനൊരു ഹൃദയം കൊടുക്കുവാൻ, ആ ഹൃദയം അവരിൽ പകരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ വചനത്തിൽ കൂടെ ഗ്രഹിപ്പാൻ നമ്മളിടയായി. ആമേൻ. ദ വേർഡ് ഓഫ് യാഹുവേ അല്ലെങ്കിൽ യഹോവയായ ദൈവം അല്ലെങ്കിൽ ഹീബ്രു പദം യുറ്റേവാവേ എന്ന ആ YHWH എന്നുള്ള ആ ഒരു ഹെബ്രായിക് വാക്കില് അതിന്റെ ആഴം നമുക്ക് കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിപ്പാൻ ദൈവം നമുക്ക് സഹായിച്ചു. അപ്പോൾ ദൈവസന്നദ്ധയിൽ അക്കോർഡിംഗ് ടു ബിബ്ലിക്കൽ ഹിസ്റ്ററി, അപ്പോൾ ദൈവസന്നദ്ധയിൽ ദൈവത്തെക്കുറിച്ച് രണ്ട് തിയറികളാ ഉള്ളത്. ദൈവനാമത്തെക്കുറിച്ചോ ഇൻ ദ നെയിം, ഓൺ ദി ആസ്പെക്ട് ഓഫ് ഗോഡ്സ് നെയിം, രണ്ട് തിയറിയാ ഉള്ളത്. one is called the concept or the theory called quantum. നമ്മൾ ക്വാണ്ടം തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഐ മീൻ ദി ആസ്പെക്ട് അല്ലെങ്കിൽ ക്വാണ്ടം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഊർജം ആയ ദൈവം എന്ന the source of all the power അല്ലെങ്കിൽ source of all energy comes from God. അപ്പോൾ അത് ഉണ്ടായതല്ല, അത് ഇന്നലെ ഇന്നും എന്നും അത് ദൈവത്തിൽ തന്നെയായിരുന്നു. സോ ദ ഇറ്റേണൽ വൺ, നിത്യമായ ദൈവം നമ്മളിൽ എന്നും വസിച്ചിരുന്ന അല്ലെങ്കിൽ എന്നും വസിച്ചിരുന്ന ദൈവം സകലത്തെയും നിയന്ത്രിക്കുക മാത്രമല്ല, ദൈവം ഇന്നലെ ഉണ്ടായത്, ഇന്നലെ ആയിരുന്ന, ഇന്നായിരിക്കുന്ന, നാളെ അതിന് മാറ്റമില്ലാതെ വണ്ണം, ദർ ഇസ് നോ ചേഞ്ച് ടു ഇറ്റ്. ആ ഒരു നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ നാമത്തിന് അതിൻ്റെ ഒരു ആഴം പകരുവാൻ ആമേൻ ആ ബിബ്ലിക്കൽ തിയറിയെ കുറിച്ച് ആ നാമത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. സോ നമ്മൾ മനസ്സിലാക്കണം, തിരുവചനത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ നമ്മൾ തോറ എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ പെന്ററ്റോക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം. ദ ഫസ്റ്റ് 5 ബുക്സ്. സോ ദ ഫസ്റ്റ് 5 ബുക്സ് ഓഫ് ദി ബൈബിൾ. സോ ഇതാണ് നമ്മൾ തോറ അല്ലെങ്കിൽ പെന്ററ്റോക്ക് എന്ന് നമ്മൾ പറയുന്ന പുസ്തകങ്ങൾ. അപ്പോൾ പൊതുവെ ഒരു ചിന്താഗതിയുണ്ട്, ഈ 5 പുസ്തകങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അല്ലേ എഴുതിയിരിക്കുന്നത്, ഇതും നമ്മളുമായിട്ട് എന്താ ബന്ധം? ബട്ട് ഇൻ റിയാലിറ്റി ദിസ് 5 ബുക്സ് ഇസ് ഇറ്റ്സ് ബേസിക്കലി എ കവനന്റ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. ദൈവജനവും തമ്മിൽ ഒരു ഉടമ്പടിയുടെ പുസ്തകമാണിത്, അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി എന്ന് നമുക്ക് വേറെ രീതിയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ദൈവം ഒരു കൂട്ടം ജനത്തെ സ്നേഹിച്ച് അവർക്ക് ജീവിക്കേണ്ടതിന് അവരെ അഭ്യസിപ്പിച്ച ആ ദൈവകൃപ, അത് എങ്ങനെ അവർ ജീവിക്കണമെന്ന് അവരെ പഠിപ്പിക്കുകയും അവരെ അഭ്യസിപ്പിക്കുകയും അവർ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുകയും അവർ ദൈവത്തിന്റെ ജയം കാണുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ
ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതിനെ ദൈവം ഒരു കൂട്ടം ജനത്തെ ഉണ്ടാക്കി, അവരുടെ നടുവിൽ ദൈവം വെളിപ്പെട്ടു, ദൈവം അവരോട് കൂടെ നടന്ന, ദൈവം അവരെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തുന്ന ആമേൻ പുസ്തകങ്ങളാണ് ഇതൊക്കെ. സോ നമ്മൾ മനസ്സിലാക്കണം, ഇനീഷ്യലി ഓൾ ദിസ് സ്റ്റാർട്ടഡ് വിത്ത്, ഇറ്റ്സ് കോൾഡ് ദ ഹീബ്രു ബൈബിൾ അല്ലെ, ഫസ്റ്റ് 5 ബുക്സ് ഓഫ് ദ ഹീബ്രു ബൈബിൾ. ഇത് ആദ്യമേ എബ്രായ ഭാഷയിലാണ് എഴുതിയിരുന്നത്. പക്ഷെ അതിന് അല്പകാലമേ അതിന് നിലനിൽപ്പാൻ കഴിഞ്ഞുള്ളൂ. സോ ദ ഹീബ്രു വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു, നമ്മൾ മനസ്സിലാക്കണം, ആ തോറ, ഹീബ്രു തോറ വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഗ്രീക്ക്. അപ്പോൾ ഈ ഗ്രീക്ക് ഭാഷയിലേക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഈ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിന് ഒരു 70 ജൂയിഷ് സ്കോളേഴ്സ് ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. So this 70 Jewish scholars translated this 5 books. The books, അഞ്ച് പുസ്തകങ്ങൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. And it's mostly in relation to the 12 tribes. അവർ പറയുന്നത് 70 എന്ന് പറയും, ചിലയിടത്ത് 72 എന്നും പറയുന്നുണ്ട്. എനിവേ, നമ്മളതിലെ പലയിടത്തും പല ഡിബേറ്റുകൾ അതിനെക്കുറിച്ചുണ്ട്, അതല്ല വിഷയം. സോ ദേ ആർ സെയിങ്, ആമേൻ, 12 ഗോത്രങ്ങളുണ്ട്, 12 ഗോത്രത്തിൽ 6 പേരെ വെച്ച് അതിനാണ് 72 എന്ന് അവർ പിന്നെ സ്ഥാപിക്കുന്നത്. എന്താണെങ്കിലും സോ ഇൻ റിയാലിറ്റി 70 എന്ന ആ അക്കം, അതിനാണ് ഇതിന് റോമൻ ന്യൂമറിക്കലില് LXX എന്ന് പറഞ്ഞാൽ 50 + 10 + 10 70. സോ സെപ്റ്റുജൻ എന്ന് പറയുന്ന ആ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിനാണ് സെപ്റ്റജൻ എന്ന് പറയുന്നത്. സോ ഇതെന്തിനാ ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെബ്രായർ ഭാഷയ്ക്ക് അധികം കാലഘട്ടം നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. ഈ തോറ എഴുതിയതിനു ശേഷം, അല്ലെങ്കിൽ പെന്ററ്റോക്ക് നമ്മൾ പറയുന്ന 5 പുസ്തകങ്ങൾ, ഇത് അധികം കാലം ഹെബ്രായർ ഭാഷയിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഇതിന് പെട്ടെന്ന് ഗ്രീക്കിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ 70 സ്കോളേഴ്സ് ചേർന്ന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പെന്ററ്റോക്ക് ആയി തീർന്നു. നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് വരുന്ന സമയത്തും, കർത്താവ് അല്ലെങ്കിൽ പൗലോസ് ഉള്ള സമയത്തും ഈ ഭാഗങ്ങളിലൊക്കെയും ഈ ബിബ്ലിക്കൽ സ്ക്രിപ്ചേഴ്സ് വേർ ഇൻ ഗ്രീക്ക്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിലായിരുന്നു ഇതെല്ലാം അന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എബ്രായർ ഭാഷയേക്കാൾ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ അത് പ്രോമിനന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഭാഷയായിരുന്നു ഗ്രീക്ക്. ഇപ്പൊ ഗ്രീക്ക് ഭാഷയിലായിരുന്നു പഴയ നിയമം അല്ലെങ്കിൽ പെന്ററ്റോക്ക്, അതുപോലെ തന്നെ പല പുസ്തകങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിലും പ്രിഡോമിനന്റ്ലി ഗ്രീക്കിലാണ് ഇതെല്ലാം എഴുതപ്പെട്ടത്. അപ്പോൾ സോ ദി ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വാസ് മോർ പ്രോമിനന്റ്. ഇതെല്ലാം പറയുന്നതിന് ഒരു കാരണമുണ്ട്, അതിലേക്ക് ഞാൻ എത്താം. സ്തോത്രം. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ വായിച്ചൊരു വാക്യമുണ്ട്, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകം 3 ആമേൻ 14, എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 14. നമ്മളത് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേഷന് വന്നുപോയ വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ദിസ് ഇസ് മോർ ഓഫ് എ, നമ്മളത്തിൽ ഒരു ബിബ്ലിക്കൽ സബ്ജക്റ്റ്, അല്ലെ ബിബ്ലിക്കൽ തിയോളജിക്കൽ, അല്ലെങ്കിൽ ഇച്ചിരി ഹിസ്റ്റോറിക്കൽ, പിന്നെ ഇച്ചിരി ലിറ്ററേച്ചർ എല്ലാം ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഇത് നമ്മൾക്ക് ഇച്ചിരി ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ വായിച്ച വാക്യം പുറപ്പാട് പുസ്തകം 3:14. സ്തോത്രം. അവിടെ പറയുന്നു, യഹോവയായ ദൈവം, സോറി 1 minute, എക്സോഡസ് ചാപ്റ്റർ 3, Exodus chapter 3 verse 14. അപ്പോൾ ദൈവം പറഞ്ഞു, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. അപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു, അല്ലെ? അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നവൻ എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. സോ ഐ ആം ദാറ്റ് ഐ ആം. അപ്പൊ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം ദൈവത്തെ തന്നെ പറയുകയാണ്, ഐ ആം ദാറ്റ് ഐ ആം. പക്ഷെ ഈ നമ്മളതിൽ ഈ ക്വാണ്ടം
കോൺസെപ്റ്റിൽ ദൈവത്തെ പറഞ്ഞപ്പോൾ അതിന് ഈ ട്രാൻസ്ലേഷൻ, ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഇത് വന്നപ്പോൾ എഴുതിയത് എന്താണ്? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോ എങ്ങനെയാ വന്നതെന്നറിയോ? ഐ ആം ദ ബീയിങ്. നമ്മൾ സാധാരണ വായിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ദ ബീയിങ് വൺ. ഞാൻ ഒരുവനേ ഉള്ളൂ, ഞാൻ നിലവിലുള്ളവനും എന്നും ജീവനുള്ള ഒരുവനത്രേ. അപ്പോൾ ഒത്തിരി നമ്മൾ ആ വാക്കിന് തന്നെ ടോട്ടൽ ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റിലേക്കാണ് ചെല്ലുന്നത്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നതിന് പകരം ആ ഗ്രീക്ക് ട്രാൻസ്ലേഷനിലേക്ക് അത് വന്നപ്പോൾ അത് എഴുതി വന്നത് ഇങ്ങനെയാണ്, ഐ ആം ദ ബീയിങ്. എന്തുകൊണ്ടാ? ആ ക്വാണ്ടം കോൺസെപ്റ്റിലേക്ക്, ആ ക്വാണ്ടം ആസ്പെക്റ്റില് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ദ ബീയിങ്. എന്താണ്? ഹല്ലേലൂയ. അവൻ ഇന്നലെ ഇന്നും എന്നും, ദൈവത്തിന് മാറ്റമില്ല. ദൈവം തന്നെയാണ്. ദൈവം നിലവിലുള്ള ജീവനാണ്. അവൻ പുതിയതായിട്ട് ഉണ്ടായതല്ല. സോ ദ ബീയിങ് വൺ. ആമേൻ. അപ്പോ എന്നിട്ട് പറയുന്നു ഞാനാകുന്നവൻ. നമ്മൾ നേരത്തെ ആ വാക്യം വായിച്ചതിലേക്ക് നമ്മൾ വായിച്ചു, ഐ ആം ഹൂ ഐ ആം ഹാസ് സെൻഡ് മീ ടു യു. ഐ ആം. അപ്പോ ഐ ആം ഹാസ് സെൻഡ് മീ, ഞാനാകുന്നവൻ അയച്ചിരിക്കുന്നു. അതിന് പകരം ദ ബീയിങ് ഹാസ് സെൻഡ് മീ ടു യു. അപ്പോൾ ദ ബീയിങ്ങിനുള്ള റെലവൻസ് എന്ന് പറഞ്ഞാൽ നിത്യതയിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം, ആ സർവവ്യാപിയായ ദൈവം ആണ് മോശയുടെ അരികിൽ ഈ ദൈവത്തെ അയച്ചത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൂർണ്ണതയെ അയച്ചത്, അല്ലെ മോശ കാണുന്ന ദൈവം അതാണെന്നാണ് ഇതിനെ വെളിപ്പെടുത്തുന്നത്. പക്ഷെ നമ്മൾ ഈ വാക്യം മലയാളത്തിൽ അല്ലെങ്കിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഐ ആം ദാറ്റ് ഐ ആം. പക്ഷെ ആ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ, ഒറിജിനൽ ഹീബ്രു ട്രാൻസ്ലേഷനിലേക്ക് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, അതിനെ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ദ റിയൽ മീനിങ് ഇസ് ദ ബീയിങ് വൺ. ഒരുവൻ മാത്രം. ആ ദൈവമായവൻ നിത്യമായ ദൈവം, ദ ബീയിങ് വൺ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ ബീയിങ് എന്ന് പറഞ്ഞാൽ ദൈവം ഓൾറെഡി ഉണ്ട്. ആ ദ ബീയിങ് ഹാസ് സെൻഡ് മീ ടു യു. അപ്പോൾ എന്താണ് അത്? ചലനാത്മാവാണ്. ഇറ്റ്സ് എ ഡൈനാമിക് ബീയിങ്, അല്ലെ? സോ ഇറ്റ് ഇസ് നോട്ട് സംതിങ് ക്രിയേറ്റഡ്. അത് നിത്യതയിൽ നിത്യമായി വസിക്കുന്ന ദൈവം. ആ ദൈവത്തിന് എന്തുണ്ട്? ഇറ്റ് ഈസ് എ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ പൊസിഷനിങ് അല്ല, ഒരു സൂപ്പർ പൊസിഷനിങ്ങിലേക്ക് ദൈവത്തെ തന്നെ അവിടെ പ്രസന്റ് ചെയ്യാണ് ആ ഭാഷയിൽ. അപ്പോൾ നമ്മൾ സാധാരണ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഇത്ര ആഴത്തിൽ ആ ഭാഷയ്ക്ക്, ആ ഹീബ്രു ലാംഗ്വേജിന് ഇത്രയും ഡെപ്തിലുള്ള മീനിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സോ ദ ഇറ്റേണൽ ഡൈനാമിക് ബീയിങ് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ, നിത്യതയിൽ വസിക്കുന്ന അല്ലെങ്കിൽ നിത്യതയായിരിക്കുന്ന ആമേൻ, ചലനാത്മാപരമായ ഈ ദൈവശക്തി അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം. സോ ഇറ്റ് സൂപ്പർ പൊസിഷൻസ് എവറിത്തിങ്. ഈ ഭൂമിയിലുള്ളതിനെ എല്ലാം എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് എബവ്. അപ്പോൾ ഈ ഒരു വാക്കിന് അത്രമാത്രം ആഴമുണ്ട്. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയും ചിന്തിക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു, അല്ലെ? നമ്മൾ ചിലര് പറയുന്നത് നിങ്ങൾ ആരാ? ഞാനാണ് എന്ന് പറയുന്നത് പോലെ ആയിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. പക്ഷെ ഇൻ റിയൽ കോണ്ടെക്സ്റ്റ്, ആ ഹീബ്രുവിക് വേർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ ദ റിയൽ മീനിങ് ഇസ് ദ ബീയിങ് വൺ. ഒരുവൻ മാത്രം. ആമേൻ. മുന്നമേ ഉള്ളതും ഇന്നായിരിക്കുന്നതും നാളെ അങ്ങനെ തന്നെ ഇരിക്കുന്നതുമായ സകലത്തിന്മേലും അധികാരമുള്ള, സകലത്തിന്മേലും ആധിപത്യമുള്ള സർവശക്തനായ ഒരു ദൈവം. സോ ദ ബീയിങ് വൺ ഹാസ് സെൻഡ് മീ ടു യു. അപ്പോ അതിന് നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ, ഒന്നോടെ നമ്മൾ അത് വായിക്കുമ്പോൾ, അതിന് ദൈവ മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ
നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. സോ ആരാണ് മോശയുടെ മുമ്പിൽ വെളിപ്പെട്ടത്? ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആരാണ് മോശയുടെ മുമ്പിൽ വെളിപ്പെടുന്നത്? സർവശക്തനായ ദൈവമത്രേ. അപ്പോൾ ദൈവം ആയിരിക്കുന്നവൻ, പൂർണ്ണനായിരിക്കുന്നവൻ അത്രേ എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഇച്ചിരി ആഴം നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ റിയൽ എന്താണ്. ചിലവർ ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് ഇതൊരു മോശയുടെ അരികിൽ ഇറങ്ങി വന്ന മുൾപടർപ്പിൽ ഇറങ്ങി വന്നത് സർവശക്തനായ ദൈവമല്ല, പിതാവാം ദൈവമല്ല, ഇത് യേശുവാണ്. ചിലർ പറയും അത് ദൂതനാണ്. സോ ദർ ഇസ് ലോട്ട് ഓഫ് കോൺട്രഡിക്ഷൻ, അല്ലെ, ഒത്തിരി പഠിപ്പീരുകളുണ്ട്. ബട്ട് ദ ഒറിജിനൽ ഹീബ്രു വേർഡിന് മാത്രമേ ഇതാരെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ദ റെസ്റ്റ് ഇസ് ഓൾ ഇന്റർപ്രിട്ടേഷൻ. നമ്മളൊരു തീസിസ് എഴുതുന്നത് പോലെ, അല്ലെ, നമ്മളൊരു ഡോക്ടറേറ്റ് തീസിസ് എഴുതുന്നത് പോലെ, അത് ആ എഴുതുന്ന ആളുടെ ജ്ഞാനവും വിവേകത്തിനൊത്തവണ്ണമാണ് ആ വ്യക്തി എഴുതുന്നത്. ബട്ട് ദ റിയൽ മീനിങ് ഓഫ് ദ വേർഡ്, ആ ഓതർ അല്ലെങ്കിൽ ഈ പെന്ററ്റോക്ക് തോറ പുസ്തകം ഹെബ്രായർ ഭാഷയിൽ എഴുതിയ ആളുടെ റിയൽ റെവലേഷൻ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഹെബ്രായർ റൂട്ടിൽ ചെന്ന് അതിനെ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ഇസ് ദ ബീയിങ് വൺ. അപ്പൊ ക്വാണ്ടം എന്ന വിത്ത് റെസ്പെക്ട് ടു ദ ക്വാണ്ടം ആസ്പെക്ട് ഓഫ് ദി, ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന എന്തിനെ കുറിച്ചാണ്? ദൈവനാമത്തെ കുറിച്ചാണ്. ഗോഡ്സ് നെയിം, ആ ദൈവനാമത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ദ ബീയിങ് വൺ അക്കോർഡിംഗ് ടു ദി ക്വാണ്ടം ആസ്പെക്ട്. അപ്പോ അടുത്തത് നമ്മള് സ്തോത്രം ഒരു സെക്കൻഡ് ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, സോ ഇറ്റ് ഈസ് ദ വൺ വിച്ച് കോസസ് ബീയിങ്, അല്ലെങ്കിൽ സോ സെക്കൻഡ് തിയറി ഈസ് അബൌട്ട് ഹി ബ്രിങ്സ് ഇൻ ടു എക്സിസ്റ്റൻസ്. So he brings into existence. സകലത്തെ ഉളവാക്കുന്ന ദൈവം, ഐ മീൻ ദ ക്രിയേറ്റർ ഓഫ് ഓൾ. അപ്പോൾ ക്വാണ്ടം ആസ്പെക്റ്റില് ദൈവം ഹി ഈസ് ദ ബീയിങ് വൺ, അല്ലെ, മുന്നമേ ഉള്ളത്. ഐ മീൻ രണ്ടാമത്തെ തിയറി എന്താണ്? ഈ ദൈവം സകലത്തെ സൃഷ്ടിക്കുന്ന ദൈവമാണ്. ഹി ബ്രിങ്സ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓർ കോസസ്, ദ വൺ ഹു കോസസ് തിങ്സ് ടു ഹാപ്പൻ ഇൻ ദിസ് വേൾഡ്. ഐ മീൻ ദ ക്രിയേറ്റർ ഓഫ് ഓൾ. അപ്പോൾ ഇതിന് ഈ അനേക തിയറികളുണ്ട് ദൈവത്തെ കുറിച്ച്. നമ്മൾ മനസ്സിലാക്കണം, അനേക ചരിത്രങ്ങൾ അല്ലെങ്കിൽ കൾച്ചറലി ദൈവത്തെ കുറിച്ച് പല കോൺസെപ്റ്റ് ഉണ്ട്. ഈജിപ്ഷ്യൻസ് പറയുന്നത് ഗോഡ് വൺ, ഒരു ദൈവം. ഐ മീൻ ഈജിപ്ഷ്യൻസ് പറയുന്നത്, സോ ഈ അക്കോർഡിംഗ് ടു ഈജിപ്ഷ്യൻ, ഇപ്പോഴത്തെ അല്ല, പുരാതന ഈജിപ്ഷ്യൻ തിയോളജി അനുസരിച്ച് ഹി ഈസ് ദ ഗോഡ് വൺ, ഒരു ദൈവം. ഹി ഈസ് ദ വൺ ഗോഡ്. ഐ മീൻ അപ്പൊ ബാബിലോണിയൻ കൾച്ചർ അനുസരിച്ച് അവര് പറയുന്നത് ഹി ഈസ് ദ എക്സോൾട്ടഡ്. ഐ മീൻ ഉയരങ്ങളിൽ വസിക്കുന്ന, സ്തുതികളിൽ വാഴുന്ന. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പല കൾച്ചറലുകൾ ദൈവത്തിന് പല ഡെഫിനിഷനുകൾ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മെസൊപ്പൊട്ടാമിയൻ അവര് പറയുന്നു ഹി ഈസ് ദ സീഡ് ഓഫ് ലൈഫ്, ജീവന്റെ വിത്താണ്. ഹി ഈസ് ദ സീഡ് ഓഫ് ലൈഫ്. അപ്പൊ എബ്രായർ ഹീബ്രു കോൺസെപ്റ്റ് അനുസരിച്ച് ഹി ഈസ് ദ പ്രൈസ്ഡ് വൺ, സ്തുതിക്ക് യോഗ്യനായവൻ. അപ്പോൾ പലരും ദൈവത്തിന് പല മീനിങ്ങുകൾ കൊടുത്തു അക്കോർഡിംഗ് ടു ദെയർ റെവലേഷൻ. ബട്ട് ദ ഹീബ്രൂയിക് റൂട്ട് ഗേവ് ടു മെയിൻ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ടു മെയിൻ എന്താ പറയുന്ന ഡയറക്ഷൻ ഇൻ ടു ഇറ്റ്. വാട്ട് യഹോവയായ ദൈവം എന്താണെന്ന്, യാഹോവെ അല്ലെങ്കിൽ യഹോവയായ ദൈവം ആരെന്ന് രണ്ട് കാര്യം വളരെ വ്യക്തമാക്കി. ഒന്ന്, ഹി ഈസ് ദ ബീയിങ് വൺ. And second thing, he brings into existence. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. സോ ദ റിയൽ ഗോഡ്, ദ റിയൽ ഫാദർ ഗോഡ്. അപ്പോൾ നമ്മൾ ഗോഡ് എന്ന് പറയുമ്പോൾ, യഹോവയായ ദൈവം എന്ന് പറയുമ്പോൾ നമ്മളുടെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൽ
പിതാവ് അത്രയും നമ്മൾ ഇതിനെ അഭിസംബോധന ചെയ്യുന്നത്. സോ ദി യൂറ്റേവാവൈ ഗോഡ്, the Lord God, ആ ദൈവം, he is the being one, and second he brings into existence. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്പേഴ്സ് 6 ആ ഭാഗം നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ, സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24, നമ്പർ 6:24 ഓൺവേർഡ്സ്. അവിടെ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് വളരെ പ്രോമിനന്റ് ആണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ദ ലോർഡ് ഗോഡ് എന്ന് എഴുതിയിട്ടില്ല, പക്ഷെ ദ ലോർഡ് എന്ന് എഴുതിയിട്ടുള്ളൂ അവിടെ. പക്ഷെ ആ ലോർഡ് എല്ലാം എന്തുവാണ്? ക്യാപിറ്റലിലാണ് എഴുതിയിരിക്കുന്നത്. സോ ദാറ്റ് ലോർഡ് ഇസ് ഹൂ? യഹോവയായ ദൈവം, ദ യൂറ്റേവാവേ, YHWH, ദ യഹോവയായ ദൈവം. അതുകൊണ്ട് മലയാളത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം. സി, വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു, and they shall put my name upon the children of Israel. ഏത് നാമം? യഹോവയായ ദൈവം എന്ന യഹോവയായ നാമം. ആമേൻ. ഞാൻ അവരെ അനുഗ്രഹിക്കും. സ്തോത്രം. സി, പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെല്ലാം എന്തുണ്ട്? വളരെ റെലവൻസ് ഉണ്ട് പുതിയ നിയമമായിട്ട്. പുതിയ നിയമത്തിൽ ഏത് നാമമാണ്? യേശുവിന്റെ നാമം. ആമേൻ. യേശുവിന്റെ നാമത്താലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കത് ലഭിക്കും. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം വെളിപ്പെടേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഇവിടെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഹാസ് വെരി ക്ലോസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു വാട്ട് ദ ന്യൂ ടെസ്റ്റമെന്റ് ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഇത് ഒരേ ദൈവം, ഇറ്റ്സ് ദ സെയിം ഗോഡ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഇരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ സാധാരണ വായിക്കുന്നത് യഹോവ ദ ലോർഡ് ബ്ലസ് ദി ആൻഡ് കീപ് ദി, അല്ലെങ്കിൽ യഹോവയുടെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച് നിന്നോട് ഉള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. പക്ഷെ ഇത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം. പക്ഷെ നമ്മൾ പലയിടത്തും പഴയ നിയമത്തിലല്ല, നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, അവർ യഹോവയുടെ നാമം വൃഥാവെടുക്കുകയില്ല. പക്ഷെ ഇവിടെ പറയുന്നു, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കും. സ്തോത്രം. പക്ഷെ നമ്മൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിലും യഹോവയായ ദൈവത്തിന്റെ നാമത്തിനൊരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നു, ഒരു വലിയ റെലവൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ യേശുവിന്റെ നാമം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, പഴയ നിയമത്തിലും ഈ സെയിം കോണ്ടെക്സ്റ്റിൽ ഇസ്രായേൽ ജനത്തെ ദൈവം അഭ്യസിപ്പിച്ചിരുന്നു. സോ എവിടാണ് ഈ when did the name of God start getting substituted? നമ്മൾ മനസ്സിലാക്കണം, ഈ യൂറ്റേവാവേ എന്ന് വെച്ചാൽ YHWH എന്നുള്ള ആ റിയൽ ലോർഡ്, ഇതിനെന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്? ഇത് എങ്ങനെയാണ് ഇതിന് ചേഞ്ചസ് വന്നു തുടങ്ങിയത്? അതുകൊണ്ടാണ് ഞാൻ ഈ ഹീബ്രു ബൈബിൾ അല്ലെങ്കിൽ തോറ ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് പോയതിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ തന്നത്. സോ വെൻ ജൂസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്, ആമേൻ, ഈ ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് പ്രവേശിച്ചപ്പോൾ, ആമേൻ, ഇതിനെന്തോ സംഭവിക്കുന്നു? ഫ്രം Kurios, amen, it got substituted to it Adonai.
അപ്പൊ അഡനെ എവിടൊക്കെ വന്നോ അവിടൊക്കെ കീരിയോസ് വന്നു. സോ യു സീ ദി ട്രാൻസ്ലേഷൻ, ആ ട്രാൻസ്ലേഷൻ ഇമ്പാക്ട് മനസ്സിലാക്കണം നമ്മൾ. സോ എവിടൊക്കെ യൂറ്റേവാവെ എന്ന പദം ഉണ്ടായിരുന്നോ അവിടെ എല്ലാം അത് ഹീബ്രു ട്രാൻസ്ലേഷനിൽ അത് അഡോനയായി, അത് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ കീരിയോസ് ആയി, പറഞ്ഞാൽ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ദ ജൂസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രീക്ക് കീരിയോസ് കറസ്പോണ്ടിങ് ടു ഹീബ്രു അഡോനെ, അല്ലെങ്കിൽ ഫോർ ദ ലോർഡ്. അപ്പൊ ദൈവത്തിന് പകരം അല്ലെങ്കിൽ യഹോവയായ ദൈവം അല്ലെങ്കിൽ യൂറ്റേവാവെ എന്ന പദത്തിന് പകരം ഈ ട്രാൻസ്ലേഷൻ ഒക്കെ വരുവാൻ തുടങ്ങി. അപ്പൊ ഇതിനെന്തോ സംഭവിക്കുന്നു, ഗ്രാജുവലി ട്രാൻസ്ലേഷനുകൾ വരുമ്പോഴാണല്ലോ നമുക്ക് റിയൽ മീനിങ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആമേൻ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു സെക്കൻഡ് സെഞ്ചുറി അല്ലെങ്കിൽ ജൂയിഷ് എന്ത് ചെയ്തു, ഇവര് പറഞ്ഞു യഹോവയായ ദൈവത്തിന്റെ നാമം ആരും ഉച്ചരിക്കാൻ പാടില്ല. യു ഷുഡൻ യൂസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമം വൃഥാവ് എടുക്കരുതെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം, ആമേൻ, ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. സോ ഇവരെന്ത് ചെയ്തു, ആ നാമം ഈ നാമത്തിന് പകരം ദേ സ്റ്റാർട്ടഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ലൈക്ക് ഇങ്ങനെ വൈ എന്ന they started giving those നമ്മളെ അബ്രിവേഷൻ ഒക്കെ എഴുതുന്ന പോലെ അല്ലെ, നമ്മളെ അബ്രിവേഷൻ എഴുതത്തില്ലേ ചിലതിനൊക്കെ, അതുപോലെ they started giving abbreviations. അപ്പോൾ എന്തോ സംഭവിക്കുന്നു, എവിടൊക്കെ യഹോവയായ ദൈവം അല്ലെങ്കിൽ യൂറ്റേവാവെ YHWH എന്നുള്ള നാമം ഉണ്ടോ അവിടൊക്കെയും ഇവരെന്ത് ചെയ്തു, പല വാക്കുകൾ അവിടെ ഇടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചിലയിടത്തൊക്കെ ഈ അഡോനായി എന്ന പദത്തിന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ YAHOWAH, ചിലപ്പോ വേണമെങ്കിൽ അവര് WAH. അപ്പൊ പലയിടത്തും എന്ത് സംഭവിച്ചു, ഈ പല ആൾക്കാർ ഇതിനെ എന്ത് ചെയ്തു, പല സ്കോളേഴ്സ് ഇതിനെ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ട് ദേ സ്റ്റാർട്ടഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് വേർഡ്സ്, റീപ്ലേസിങ് ഗോഡ്സ് നെയിം. ദൈവത്തിന്റെ നാമം വൃഥാവ് എടുക്കരുത്, അത് സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന നാമമാണ്, നമുക്കിവിടെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ നാമം എടുക്കുവാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ ഈ ഒരു സ്റ്റേജിൽ കൂടെ ഈ എന്താ പറയുന്നത്, ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് പോയി ആ ഗ്രീക്ക് ട്രാൻസ്ലേഷന്റെ ഇടയിൽ പല കാര്യങ്ങൾ എന്തോ സംഭവിക്കുന്നു, അവിടെ മിസ്സിങ് ആയി പോയി. പല റിയൽ മീനിങ്, ആ റിയൽ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. നമ്മള് പുറപ്പാട് പുസ്തകം 3:14 നമ്മൾ വായിച്ചപ്പോൾ ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. പക്ഷെ അതിന്റെ റിയൽ മീനിങ് എന്താണ്? ഐ ആം ദ ബീയിങ് വൺ. ടോട്ടലി ഡിഫറെന്റ് മീനിങ് എത്തുന്നു. അല്ലെങ്കിൽ ഞാൻ സകലത്തെയും ഉളവാക്കുന്ന ദൈവം. ആ റിയൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് ദൈവം എന്ന ഒരു പദത്തിലേക്ക്, ജസ്റ്റ് ദൈവം, ഗോഡ്, ലോർഡ് എന്ന് പറയാൻ തക്കവണ്ണം അതിനെ വളരെ വളരെ നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ ആയിത്തീരും. ആമേൻ. അതാണല്ലോ ഇതിന്റെ റിയൽ പ്രോബ്ലം. നമ്മൾ മനസ്സിലാക്കണം, ട്രാൻസ്ലേഷനുകൾ വരുമ്പോൾ അതിന്റെ റിയൽ മീനിങ്, ആ കണ്ടന്റ് നഷ്ടപ്പെടുവാനിടയായി. അപ്പോൾ നമ്മൾ ഒരു ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 8 and 9. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 8 and 9. അവിടെ പറയുന്നു, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന പദം ദ ലോർഡില് ക്യാപിറ്റൽ ലോർഡ് ആൻഡ് ദെൻ ഗോഡ്, ലോർഡ് ഗോഡ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, പല ദൈവങ്ങളുണ്ട് അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് പല ദൈവങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവർ ഗോഡ് അല്ലെങ്കിൽ ബൈബിൾ അല്ലെങ്കിൽ പെന്ററ്റോക്കില് അല്ലെങ്കിൽ തോറയിൽ എഴുതപ്പെട്ട ഈ ഫസ്റ്റ് 5 ബുക്സില് ഇതിന്റെ റെലവൻസ് എന്തോ, ഇത് യൂറ്റേവാവെ അല്ലെങ്കിൽ യഹോവയായ ദൈവം എന്ന ആ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ റെലവൻസ് കൊണ്ടുവരുവാൻ, ആ ക്ലാരിറ്റി കൊണ്ടുവരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എങ്ങനെ അതിനെ എഴുതിപ്പിച്ചു? They heard the voice of the Lord God.
യഹോവയായ ദൈവം അല്ലെങ്കിൽ യുറ്റേവാവേ എന്ന ദൈവം എവിടെ നടന്നു? തോട്ടത്തിൽ നടന്നു. അത് നമ്മൾ പറയുന്നതിൽ ദൂതനല്ല, കർത്താവല്ല, യഹോവയായ ദൈവം തന്നെ. സ്തോത്രം. അപ്പം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് യഹോവയായ 9-ാം വാക്യം, the Lord God called unto Adam and said unto him, where art thou? യഹോവയായ ദൈവമാണ് മനുഷ്യനെ വിളിച്ചത്, ആദാമിനെ വിളിച്ചത്. ആമേൻ. അപ്പോൾ ദൈവം, സർവശക്തനായ ദൈവം, യഹോവയായ ദൈവം, മുന്നമേ ഉള്ളതും ഒരിക്കലും മാറ്റം വരാത്തതും സർവവ്യാപിയായ ദൈവം, ആമേൻ, അതിന്റെ പൂർണ്ണ ശക്തിയിലും ബലത്തിലും സകലത്തെക്കാളും ഉന്നതമായ ദൈവം, ആ ദൈവം ആദാമിന്റെ അരികിൽ ഇറങ്ങി വന്നു. സോ ഇതിന് ഈ പെന്ററ്റോക്കില് ഇതിന്റെ ട്രാൻസ്ലേഷൻ വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അഡോനായി എന്ന് പറയുന്നു, എലോഹീം എന്ന് പറയുന്നു. ആമേൻ. ഈ പല ട്രാൻസ്ലേഷനുകൾ അതിനുശേഷം വന്നപ്പോൾ, ആമേൻ, ജർമ്മൻ ട്രാൻസ്ലേഷനിലേക്ക് ഇത് വന്നപ്പോൾ ദേ കോൾ ഇറ്റ് ദി ഇറ്റേണൽ ഗോഡ്. ഇറ്റേണൽ, നിത്യമായ ദൈവം, ആ ഒരു നിലവാരത്തിലേക്കായി. സോ നമ്മൾ മനസ്സിലാക്കണം, ഫ്രം ദ ബീയിങ് ഗോഡ്, ദ ബീയിങ് വൺ എന്ന ആ കറക്റ്റ് ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ ദാറ്റ് ബീയിങ് ഗോഡ് ദാറ്റ് ബ്രിങ്സ് ഇൻ ടു എക്സിസ്റ്റൻസ്, ആ ദൈവത്തെ എന്തോ ദൈവമാക്കി? വെറും നിത്യമായ ദൈവം, ദ ഇറ്റേണൽ ഗോഡ് എന്നാക്കി. പിന്നെ സ്പാനിഷ്കാർ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ഇവരെന്തോ സംഭവിച്ചു? ഇത് ജെ, വൈക്ക് പകരം ഇത് അവരെന്ത് ചെയ്തു? they made the translation as Jehovah, the Spanish translation. അപ്പോൾ actually in reality there is no sound called J in Hebrew. ഇത് നമ്മൾ ഒത്തിരി പേര് യഹോവ വിറ്റ്നസ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ജഹോവ എന്ന് നമ്മൾ പറയുകയും ചെയ്യും, ചിലവർ എഴുതുകയും ചെയ്യും. പക്ഷേ അക്കോർഡിംഗ് ടു ഹീബ്രു there is no sound called J. There is only a sound called Y in Hebrew. But it is called Yehovah. അപ്പം നമ്മൾ ജഹോവ വിറ്റ്നസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി there is no sound in Hebrew of the like J. Okay, so this misunderstanding of the Hebrew pronunciation, ഇത് അതിനകത്ത് പല വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. So you understand from where all this has originated. So സ്പാനിഷ് ട്രാൻസ്ലേഷനിൽ നിന്നാണ് ജെ വന്നത്. അതുവരെ എല്ലാം വൈ ആയിരുന്നു. യഹോവ, യഹോവ, യാഹുവേ എന്ന ആ ഒരു ഭാഗമാണ്. പക്ഷേ സ്പാനിഷ് ട്രാൻസ്ലേഷൻ വന്നപ്പോഴാണ് ഈ ജെ കയറി വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല there were many versions അല്ലെങ്കിൽ forms of YHWH. എന്താണ്? they are called, ജസ്റ്റ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. See, when you study the word, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ പല വേർഷൻസ് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യാഹു, നമ്മൾ യഹോ, യോ, യാഹുവേ, യാവേ. അപ്പോൾ there were many forms. So the New Testament, നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റില് ദൈവത്തിന്റെ നാമം, സോ ഇറ്റ് ഓൾസോ ഫോളോഡ് ദ സെയിം എന്താ പറയുന്നത് സെപ്റ്റജന്റ് ട്രഡീഷൻ. ആ ഈ നമ്മൾ മനസ്സിലാക്കണം, ദ സെയിം സെപ്റ്റജന്റ് ട്രഡീഷൻ ആണ് ന്യൂ ടെസ്റ്റ്മെന്റ്, ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ ഗ്രീക്ക്. സോ ദ ഗ്രീക്ക്, ജൂയിഷ് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതിനകത്ത് എന്തോ സംഭവിക്കുന്നു? Messiah became Christos.
അപ്പം മെസ്സയ ഫോർ ക്രിസ്റ്റോസ്. അപ്പോൾ ക്യൂറിയോസ് ഫോർ ദി ലോർഡ്. ഇതിനെല്ലാം എന്തോ സംഭവിക്കുന്നു? ഇറ്റ് ഗോസ് ത്രൂ ദ ചേഞ്ച്. അപ്പോൾ ഇതിനെല്ലാം എന്ത് സംഭവിക്കുന്നു? ദേ ലൂസ് ദ റിയൽ മീനിങ്. ദ റൂട്ട്, ആ ക്ലിയർ ട്രാൻസ്ലേഷൻ റൂട്ട് ക്ലിയർ അല്ലാത്തത് കൊണ്ട് ദ റിയൽ റെലവൻസ് ഓഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ ഈ ബൈബിളിന് എത്രമാത്രം ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. നമ്മൾ ആംപ്ലിഫൈഡ് ബൈബിൾ ഉണ്ട്, KJVക്കകത്ത് തന്നെ എത്ര വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് വേർഷൻസ്, അല്ലെങ്കിൽ പല മെനി ബിബ്ലിക്കൽ, അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ പല ലെവലുകളുണ്ട്, പല രീതിയിൽ. ന്യൂ ലൈഫ്, എന്തൊക്കെ മാത്രമുണ്ട് നമുക്ക് മാർക്കറ്റിൽ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്താൽ. ബട്ട് ദ റിയൽ മീനിങ് നീഡ്സ് ടു ബി ക്യാപ്ചേർഡ്. ഇവിടാണ് നമ്മൾ ആ റിയൽ ഡെഫിനിഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ, ദൈവം ആരെന്ന് നമ്മൾ അറിയണമെങ്കിൽ, ഹി ഈസ് നോട്ട് ഐ ആം that I am, but he is the being one. He brings into existence. അവൻ സകലത്തെയും ഉളവാക്കുന്ന ദൈവം എന്ന ആ നാമത്തിന് അർത്ഥമുണ്ട്, ആ ഹീബ്രു വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, he is the God for generations to come. അപ്പോൾ നമ്മൾ മത്തായി സുവിശേഷം, മാത്യു ചാപ്റ്റർ 22 verse 36 and 37, അവിടെ വായിക്കുന്നത്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുതെന്ന് ചോദിച്ചു. യേശു 37 വാക്യം, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. സ്തോത്രം. ഇവിടെ പറയുന്നത്, ആ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ദ ലോർഡ് എന്ന് പറയുന്നത് സ്മോളാ. ദ ലോർഡ് thy God, small letter, capital L, Lord, the rest is all ORD. പക്ഷെ ഇത് എവിടുന്നാ കോട്ട് ചെയ്തിരിക്കുന്നത്? ഡ്യൂട്രോണമി ചാപ്റ്റർ 6 verse 5. അവിടെ എഴുതിയിരിക്കുന്നത് ലോർഡ് എന്താ? ആൻഡ് thou shall love the Lord, capital Lord, യുറ്റേവാവേ, യഹോവയായ ദൈവം. അപ്പോൾ ഡ്യൂട്രോണമി 6:5 it says, ഡ്യൂട്രോണമി 6:5 നമ്മൾ അതിനെ നോക്കുമ്പോൾ, ഇറ്റ് ഈസ് യു ഷാൽ ലവ് ദ ലോർഡ്. പക്ഷെ നമ്മൾ അതിന്റെ മാത്യു 22:37 നോക്കുമ്പോൾ, ഇറ്റ് ഈസ് ദ, എന്താണ്? ലോർഡ്, നോട്ട് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് കീറിയോസ്. ഇറ്റ് ഈസ് നോട്ട് ദ യുറ്റേവാവേ ലോർഡ്. മനസ്സിലായോ? ആ റെലവൻസ്, ആ സിഗ്നിഫിക്കൻസ് അവിടെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ വായിക്കുമ്പോൾ ദ ലോർഡ് എന്ന് വായിക്കുമ്പോൾ കർത്താവെ, അല്ലെങ്കിൽ കർത്താവായ ദൈവം, അവിടെ മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന് നിന്റെ ദൈവമായ കർത്താവിനെ എന്നാ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നത്, അല്ലേ? ആണോ? മാത്യു ചാപ്റ്റർ 22 verse 37 ആ മലയാളം ട്രാൻസ്ലേഷനിൽ നിന്റെ ദൈവമായ കർത്താവിനെ എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആമേൻ, ഡ്യൂട്രോണമി ചാപ്റ്റർ 6 verse 5 നിന്നാണ് ഇത് വന്നത്. അപ്പോൾ ഡ്യൂട്രോണമി ചാപ്റ്റർ 6 verse 5 എന്ത് എഴുതിയത്? നിന്റെ ദൈവമായ യഹോവേ, യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആ യഹോവയായ ദൈവത്തിന്റെ റെലവൻസ് മാറി അവിടെ കർത്താവായ ദൈവമായി. കർത്താവ് ഒരിക്കലും കർത്താവിനെ ആരാധിക്കാൻ പറഞ്ഞില്ല. കർത്താവ് എപ്പോഴും പറഞ്ഞ പിതാവിനെ ആരാധിക്കണമെന്ന്. പുത്രനെ ആരാധിക്കാൻ ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പറയുന്നത് നീ ആരെ സ്നേഹിക്കണം? യഹോവയായ ദൈവത്തെ സ്നേഹിക്കണം. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ വന്നപ്പോൾ അവർ ഈ ചെറിയ ലോഡ് കണ്ടപ്പോൾ അവരതിനെന്ത് എഴുതി? കർത്താവ് എന്ന് എഴുതി. ഹലോ, മനസ്സിലായോ? ആ ഭാഗം ക്ലിയർ ആയോ? ട്രാൻസ്ലേഷനിൽ വരുന്ന മിസ്റ്റേക്കുകളാണിത്. സോ ഈ നമ്മള് വെളിപ്പാട് പുസ്തകം 1:4 see the being God, the being one who pre-existed, who is present and who is the future. വെളിപ്പാട് പുസ്തകം 1:4 അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു
ആ ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു തിയറി ഓഫ് ദ നെയിം ഓഫ് ദ ലോർഡ്. യോഹന്നാൻ ആസയിലെ 7 സഭകളോട് എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുമാനമായ എങ്കിൽ നിന്ന് അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. സോ ഇംഗ്ലീഷിൽ അത് വായിച്ചിരിക്കുന്നത് വിച്ച് വാസ് ആൻഡ് വിച്ച് ഈസ് ടു കം. സോ ആ 3 പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ, ആ ഒരു ആശയത്തെ വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സോ ദ ബീയിങ് ഗോഡ്, ദ വൺ who was, who is and who is coming, അല്ലെങ്കിൽ വരുവാനുള്ളവർ. അപ്പോൾ ഈ ആശയങ്ങൾ നമ്മുടെ അകത്തേക്ക്, ഈ നമ്മളതിലെ ആ റിയൽ മീനിങ് ആ ആശയത്തിനകത്ത് വരണമെങ്കിൽ നമുക്ക് ഇതിന്റെ റൂട്ട് മനസ്സിലായെങ്കിൽ അത് വളരെ വ്യക്തമാകും. അപ്പൊ ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ദൈവത്തെക്കുറിച്ച്, സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. യഹോവയായ ദൈവം, യാഹുവയായ ദൈവം. So who is, who was, who is and who is to come, എല്ലാം യഹോവയായ ദൈവമാണ്. പക്ഷെ നമ്മളിത് നമ്മളുടെ ഈ നോർമൽ ഭാഷയിൽ, അല്ലെങ്കിൽ നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആരാ? കർത്താവാണെന്ന് നമ്മൾ വിചാരിക്കും. We believe it is Christ himself. But Christ has already come and he is going to come a second time. രണ്ടാമത് പിന്നെയും വരും. എന്തിനാ? സഭയെ ചേർക്കുവാൻ. പക്ഷെ സർവശക്തനായ ദൈവം, യഹോവയായ ദൈവം, യൂറ്റേവാവെ എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ നാമം, ദ ബീയിങ് വൺ ആൻഡ് ഹു ക്രിയേറ്റ്സ് എവറിഥിങ് ഈസ് ഓൺലി ദ ലോർഡ് ദ ഫാദർ. സ്തോത്രം. എന്നിട്ട് ഈ വാക്ക്, ഈ റെവലേഷൻ 1:4 കഴിയുമ്പോൾ 1:5 എന്തോ എഴുതിയിരിക്കുന്നത്? വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ആമേൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സോ ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തുവാ അവിടെ പറയുന്നത്? രണ്ടും ഇൻ റിയാലിറ്റി എന്തോ സംഭവിക്കുന്നത്? റെവലേഷൻ 1:4 പിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് 1:5 വരുമ്പോൾ ആരെ കുറിച്ചാ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത്. സോ ആ റിയൽ റെവലേഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ, റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 22 ഇറ്റ് സേസ്, മന്ദിരം അതിൽ കണ്ടില്ല, ആൻഡ് ഐ സോ നോ ടെമ്പിൾ therein, അല്ലെ? സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരം ആകുന്നു. സ്തോത്രം. സോ ഇറ്റ് സേസ്, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഐ സോ നോ ടെമ്പിൾ there, for the Lord God Almighty and the Lamb are the temple of it. അപ്പോൾ ഇതിനകത്തും വന്നുപോയ വിഷയം ഇതാണ്. ആമേൻ. ഫോർ ദ ലോർഡ് ഗോഡ്, റിയൽ ട്രാൻസ്ലേഷനിൽ ഇറ്റ് ഈസ് യൂറ്റേവാവെ, ദ ഫാദർ ഗോഡ് ഓൾമൈറ്റി, ആൻഡ് ദ ലാംബ് ആർ ദ ടെമ്പിൾ ഓഫ് ഇറ്റ്. ലാംബ് ആരാ? ക്രിസ്തു അത്രേ. സ്തോത്രം. കുഞ്ഞാടത്രേ. അപ്പോൾ ദൈവസന്നതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വേർഡിനെ റിയൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്ന പല ആ റെലവൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ബിക്കോസ് ദർ ഇസ് സോ മച്ച് ബിറ്റ്വീൻ ദ ഫാദർ ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. സോ ദർ ആർ, നമ്മളത്തിലെ സ്പിരിച്വൽ പൊസിഷനിങ്, ആ സ്പിരിച്വൽ പൊസിഷനിങ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പിതാവായ ദൈവവും കർത്താവും തമ്മിലുള്ള റിയൽ പൊസിഷനിങ് ആൻഡ് ദ റിയൽ റിലേഷൻഷിപ്പ്. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവിൽ എന്നിലും ആയിരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പിതാവായ ദൈവം, he is the same yesterday, today and forever. He is the being, he is the being one, he is the creator of all. ക്രിസ്തു ഭൂമിയിൽ വെളിപ്പെട്ടു. എന്തിനാ? പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകാൻ, ദൈവരാജ്യം വെളിപ്പെടുത്തുവാൻ. ആമേൻ. പിതാവിന്റെ രാജ്യത്തിലേക്ക് അനേകരെ ചേർക്കുവാൻ തക്കവണ്ണം,
കർത്താവ് who is the faithful witness and the first begotten of the death and the prince of the kings of the earth. അപ്പോൾ കർത്താവിന് ഒരു പ്രത്യേക ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. സോ ഇതിനൊക്കെയും നമ്മൾ ആ റിയൽ ഹീബ്രു റൂട്ട് ട്രാൻസ്ലേഷനിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ റെലവൻസ് മനസ്സിലാക്കാൻ പറ്റും, ദൈവത്തിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാൻ പറ്റും. ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ നമുക്ക് ഇനിയും പഠിക്കുവാൻ, ദൈവസന്നദ്ധിയിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, ദൈവകൃപയിൽ ഇതൊക്കെ പഠിച്ച് നമുക്ക് ആ നമ്മളെ ആ പിതാവാം ദൈവവും പുത്രനായ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവത്തിന് ഇനിയും പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ വരുമ്പോൾ ഇനിയുള്ള ഭാഗങ്ങളിൽ അതിനൊക്കെ അതിന്റെ റെലവൻസ് നമ്മൾ പഠിക്കും. പക്ഷെ ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം, ദ റിയൽ ഐ ആം ദാറ്റ് ഐ ആം എന്ന പദത്തിന് ടോട്ടലി ഒരു ഡിഫറെന്റ് മീനിങ് ആണ് ഹീബ്രു ട്രാൻസ്ലേഷനിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ റിയൽ കോണ്ടെക്സ്റ്റ് എടുത്ത് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ ദാറ്റ്സ് എ ബിഗ് സിഗ്നിഫിക്കൻസ്. ദൈവസന്നദ്ധിയിൽ ദൈവവചനത്തിന് ഇത്രമാത്രം ആഴമുണ്ടെന്ന് ആ റിയൽ ഹീബ്രു റൂട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ തിരുസന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു പിതാവേ. അത്യുന്നതിന്റെ കരത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യഹോവ ഞങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം ഞങ്ങളെ കൃപയിലും സമാധാനത്തിലും ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന് ഈ രാത്രിയിൽ നന്ദി പറയുന്നു. യഹോവയായ ദൈവം, അമേൻ അമേൻ, സകലത്തെയും ഉളവാക്കുവാൻ കഴിയുന്ന ദൈവം, ദ ബീയിങ് വൺ, ഹല്ലേലൂയ, ഇന്നലെ ഇന്നും എന്നും ആമേൻ നിത്യമായി വസിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കരം ഈ രാത്രിയിലും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അഭ്യസിപ്പിക്കുന്ന ദൈവം, ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ അങ്ങയുടെ കൃപയിൽ നിർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പിതാവായ ദൈവവും പുത്രനും ആമേൻ അതിന്റെ പൂർണ്ണതയും തിരുവചനത്തിൽ കൂടൊക്കെ ഞങ്ങൾക്ക് തുറന്നു തരുന്നതിനാൽ സ്തോത്രം. അതേ കർത്താവേ, ആമേൻ, അതിന്റെ ആഴമേറിയ ആ റിയൽ മീനിങ് മനസ്സിലാക്കി ദൈവകൃപയിൽ ഞങ്ങൾക്ക് വളരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണം. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ ഇതിനായി ഒരുക്കുന്നതിനാൽ സ്തോത്രം. ബലപ്പെടുത്തുന്ന ദൈവത്തിന് നന്ദി, യേശുവിൻ നല്ല നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മണ്ഡലങ്ങൾ മേലും തിരുവചനത്തിന്മേലും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.